ഹലോ PSC കുട്ടൻസ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് SCERT ടെക്സ്റ്റിനകത്ത് കൊടുത്തിട്ടുള്ള 1857 കലാപ പ്രദേശങ്ങൾ, അവിടെ നേതൃത്വം കൊടുത്ത നേതാക്കളെയാണ് പഠിക്കാൻ പോകുന്നത്. SCERT കൊടുത്തിട്ടുള്ള ബോക്സ് മാത്രമാണ്, അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് മാത്രമാണ് പഠിക്കുന്നത്. അപ്പോൾ കിടക്കാം. 1857 കലാപത്തിനെ ശിപ്പായി ലഹള എന്നും ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്നും അറിയപ്പെടുന്നു. 1857 വിപ്ലവം ശിപ്പായി ലഹള എന്നും അറിയപ്പെടുന്നുണ്ട്. ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്നും അറിയപ്പെടുന്നു. ഡൽഹിയിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ശിപ്പായി ലഹളയ്ക്ക് നേതൃത്വം കൊടുത്തത് ബഹദൂർ ഷാ രണ്ടാമനും ജനറൽ ഭക്ത്ഖാനുമാണ്. ഡൽഹിയിലെ നേതൃത്വം കൊടുത്തത്, കലാപത്തിന് നേതൃത്വം കൊടുത്തത് ബഹദൂർ ഷാ രണ്ടാമനും ജനറൽ ഭക്ത്ഖാനും. ബഹദൂർ ഷാ രണ്ടാമനെ ബഹദൂർ ഷാ സഫർ എന്നും അറിയപ്പെടുന്നു. ബഹദൂർ ഷാ രണ്ടാമനെ ബഹദൂർ ഷാ സഫർ എന്നും അറിയപ്പെടുന്നു. ബഹദൂർ ഷാ രണ്ടാമനാണ് ഒന്നാം സ്വാതന്ത്ര്യ സമര സമയത്തെ മുഗൾ ചക്രവർത്തിയായിരുന്ന വ്യക്തി. ഒന്നാം സ്വാതന്ത്ര്യ സമര സമയത്തെ മുഗൾ ചക്രവർത്തിയായിരുന്ന വ്യക്തിയാണ് ബഹദൂർ ഷാ രണ്ടാമൻ. ബഹദൂർ ഷാ രണ്ടാമന്റെ സൈനിക ജനറൽ ആയിരുന്നു ജനറൽ ഭക്ത്ഖാൻ. ബഹദൂർ ഷാ രണ്ടാമന്റെ സൈനിക ജനറൽ ആയിരുന്നു ജനറൽ ഭക്ത്ഖാൻ. ഡൽഹിയില് കലാപം നടക്കുമ്പോൾ ബഹദൂർ ഷാ രണ്ടാമന്റെ കൂടെ പങ്കുചേർന്ന ബ്രിട്ടീഷ് സൈന്യത്തിലെ തന്നെ സുബേദാർ ആയിരുന്നു ഭക്ത്ഖാൻ. അപ്പം ജനറൽ ഭക്ത്ഖാൻ എന്ന് പറയുന്നത് സൈനിക ജനറൽ ആയിരുന്നു, എന്നാൽ അദ്ദേഹം ബ്രിട്ടീഷ് സൈന്യത്തിൽ തന്നെ ഒരു സുബേദാർ കൂടി ആയിരുന്നു. എന്നിട്ടാണ് അദ്ദേഹം ബഹദൂർ ഷാ രണ്ടാമനൊപ്പം കലാപത്തിലേക്ക് പങ്കുചേർന്നത്. ഡൽഹിയിലെ കലാപ സമയത്ത് മുഗൾ ചക്രവർത്തിയായിരുന്ന ബഹദൂർ ഷാ രണ്ടാമനെ കലാപകാരികൾ സന്ദർശിക്കുകയും അദ്ദേഹത്തെ കലാപത്തിന് നേതൃത്വം ഏറ്റെടുക്കാൻ നിർബന്ധിക്കുകയും ചെയ്യുകയാണ് ഉണ്ടായത്. കലാപകാരികളുടെ നിർബന്ധപ്രകാരം, അവരുടെ സമ്മർദ്ദപ്രകാരം അദ്ദേഹം കലാപത്തിന്റെ നേതൃത്വം ഏറ്റെടുക്കുകയും കലാപകാരികൾ ഇന്ത്യയുടെ ചക്രവർത്തിയായിട്ട് ബഹദൂർ ഷാ രണ്ടാമനെ പ്രഖ്യാപിക്കുകയും ചെയ്യുകയാണ് ഉണ്ടായത്. അപ്പം ബഹദൂർ ഷാ രണ്ടാമനെ ഇന്ത്യയുടെ ചക്രവർത്തിയായിട്ട് കലാപകാരികൾ പ്രഖ്യാപിച്ചു. ഷെഹൻഷാ ഇ ഹിന്ദുസ്ഥാൻ, ഇന്ത്യയുടെ ചക്രവർത്തിയായി ഷെഹൻഷാ ഇ ഹിന്ദുസ്ഥാൻ അങ്ങനെ പ്രഖ്യാപിക്കുകയും ചെയ്തു. വിപ്ലവകാരികൾ ആദ്യം പിടിച്ചെടുത്ത പ്രദേശം ഏതെന്ന് ചോദിച്ചാൽ ഡൽഹിയാണ്. വിപ്ലവകാരികൾ ആദ്യം പിടിച്ചെടുത്ത പ്രദേശം ഡൽഹിയാണ്. അതിനുശേഷം ബ്രിട്ടീഷുകാർ ഡൽഹി കൈവശപ്പെടുത്തിയതിനു ശേഷം സാധാരണക്കാരായ ജനങ്ങളെയെല്ലാം കൊന്നുകളഞ്ഞു. ഇങ്ങനെ സാധാരണക്കാരായ ജനങ്ങളെയെല്ലാം തേടിപ്പിടിച്ചു കൊന്നതിന് സാക്ഷിയായ ഒരു ഉറുദു കവിയുണ്ട്. അദ്ദേഹത്തിന്റെ പേര് മിർസ ഗാലിബ് എന്നാണ്. അപ്പം ബ്രിട്ടീഷുകാര് ഡൽഹി കൈവശപ്പെടുത്തിയതിനു ശേഷം അവിടെ ഉണ്ടായിരുന്ന സാധാരണക്കാരെ എല്ലാം കൊന്നുകളഞ്ഞു, കൊല ചെയ്തു. അതിന് സാക്ഷിയായ പ്രശസ്തനായ ഉറുദു കവിയാണ് മിർസ ഗാലിബ്. വിപ്ലവാനന്തരം ബ്രിട്ടീഷുകാര് ബഹദൂർ ഷാ രണ്ടാമനെ പിടികൂടിയത് ഹുമയൂണിന്റെ ശവകുടീരത്തിൽ നിന്നാണ്. ബഹദൂർ ഷാ രണ്ടാമൻ ബ്രിട്ടീഷുകാരുടെ പിടിയിലായത് ഹുമയൂണിന്റെ ശവകുടീരത്തിന് സമീപത്ത് നിന്നാണ്. അതിനുശേഷം അദ്ദേഹത്തെ റംഗൂണിലേക്ക് നാടുകടത്തുകയാണ് ഉണ്ടായത്. ബഹദൂർ ഷാ രണ്ടാമനെ ബ്രിട്ടീഷുകാർ നാടുകടത്തിയത് റംഗൂണിലേക്കാണ്. പഴയ പേര് ബർമ എന്നാണ്. റംഗൂണിന്റെ പഴയ പേര് ബർമ എന്നാണ്. ഇപ്പൊ ബഹദൂർ ഷാ രണ്ടാമനെ ബ്രിട്ടീഷുകാർ പിടികൂടി നാടുകടത്തിയത് റംഗൂണിലേക്കാണ്. ബഹദൂർ ഷാ രണ്ടാമന്റെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത് റംഗൂണിലാണ്. ബഹദൂർ ഷാ രണ്ടാമന്റെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത് റംഗൂണിലാണ്. എന്നാൽ ബഹദൂർ ഷാ രണ്ടാമനെ ബ്രിട്ടീഷുകാർ പിടിക്കുന്നത് ഹുമയൂണിന്റെ ശവകുടീരത്തിന് സമീപത്ത് നിന്നാണ്. ഹുമയൂണിന്റെ ശവകുടീരത്തിന് സമീപത്ത് നിന്നാണ് ബഹദൂർ ഷാ രണ്ടാമനെ പിടികൂടുന്നത്. പിടികൂടിയ ശേഷം അദ്ദേഹത്തെ റംഗൂണിലേക്ക് നാടുകടത്തുകയാണ് ഉണ്ടായത്. ബഹദൂർ ഷാ രണ്ടാമന്റെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത് റംഗൂണിലാണ്. റംഗൂണിന്റെ പുതിയ പേര് യാങ്കോൺ എന്നാണ്. റംഗൂണിന്റെ പുതിയ പേര് യാങ്കോൺ. അടുത്ത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഝാൻസി. ഝാൻസിയിലെ കലാപത്തിന് നേതൃത്വം കൊടുത്തത് റാണി ലക്ഷ്മിബായി ആണ്. ഝാൻസി റാണി എന്നറിയപ്പെടുന്ന റാണി ലക്ഷ്മിബായി ആണ് ഝാൻസിയിലെ കലാപത്തിന് നേതൃത്വം കൊടുത്തത്. റാണി ലക്ഷ്മിബായിയുടെ യഥാർത്ഥ പേര് മണികർണിക എന്നാണ്. റാണി ലക്ഷ്മിബായിയുടെ യഥാർത്ഥ പേര്, അതായത് ഝാൻസി റാണിയുടെ യഥാർത്ഥ പേര് മണികർണിക എന്നാണ്. മനുഭായി എന്നും അറിയപ്പെടുന്നു. ഝാൻസി റാണി മനുഭായി എന്നും അറിയപ്പെടുന്നു. മണികർണിക എന്നതാണ് അദ്ദേഹത്തിന്റെ ഝാൻസി റാണിയുടെ യഥാർത്ഥ നാമം. ഝാൻസിയിലെ ഭരണാധികാരിയായിരുന്നു റാണി ലക്ഷ്മിബായി. ഝാൻസിയിലെ നേതൃത്വം കൊടുത്തത് റാണി ലക്ഷ്മിബായി. 1857 വിപ്ലവത്തിലെ ജോവാൻ ഓഫ് ആർക്ക് എന്നറിയപ്പെടുന്നത് റാണി ലക്ഷ്മിബായി ആണ്. 1857 വിപ്ലവത്തിലെ ജോവാൻ ഓഫ് ആർക്ക് എന്നറിയപ്പെടുന്നത് റാണി ലക്ഷ്മിബായി ആണ്. ഝാൻസി റാണിയെ പിടികൂടി വധിച്ച ബ്രിട്ടീഷ് മേധാവി ഹ്യൂഗ് ആണ്. ഗോളിയോറിൽ വെച്ചാണ് പിടിക്കപ്പെടുന്നത്. ഗോളിയോറിൽ വെച്ച് ഝാൻസി റാണിയെ പിടിച്ച് വധിച്ച ബ്രിട്ടീഷ് പട്ടാള മേധാവി ഹ്യൂഗ് റോസ് ആണ്. ഝാൻസി റാണിയെ വധിച്ച പട്ടാള മേധാവി ഹ്യൂഗ് റോസ് ആണ്. ഗോളിയോറിൽ വെച്ചാണ് പിടിക്കപ്പെടുന്നത്.
1857 കലാപത്തിലെ ജോവാൻ ഓഫ് ആർക്ക് എന്നറിയപ്പെടുന്നത് ഝാൻസി റാണിയായ റാണി ലക്ഷ്മിബായി ആണ്. നമ്മുടെ റാണി ലക്ഷ്മിബായിയെ വധിച്ചെങ്കിലും വലിയൊരു വിശേഷണമൊക്കെ റാണിക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു ഹ്യൂഗ്രോസ്. വിപ്ലവകാരികളുടെ സമുന്നത നേതാവ് എന്നാണ് ഹ്യൂഗ്രോസ് ഝാൻസി റാണിയെ വിശേഷിപ്പിച്ചത്. വിപ്ലവകാരികളുടെ സമുന്നത നേതാവ് എന്ന് ഝാൻസി റാണിയെ വിശേഷിപ്പിച്ചത് ഹ്യൂഗ്രോസ് ആണ്. വിപ്ലവകാരികളുടെ സമുന്നത നേതാവ് എന്ന് റാണി ലക്ഷ്മിബായിയെ വിശേഷിപ്പിച്ചത് ഹ്യൂഗ്രോസ് ആണ്. ഇരുണ്ട പശ്ചാത്തലത്തിലെ പ്രകാശമാനമായ ബിന്ദു എന്ന് ഝാൻസി റാണിയെ വിശേഷിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ആണ്. അദ്ദേഹത്തിന്റെ പുസ്തകമായ വിശ്വചരിത്ര അവലോകനത്തിലാണ് ഇങ്ങനെ വിശേഷിപ്പിച്ചത്. വിശ്വചരിത്ര അവലോകനം എന്ന കൃതിയിലാണ് ജവഹർലാൽ നെഹ്റു ഇരുണ്ട പശ്ചാത്തലത്തിലെ പ്രകാശമാനമായ ബിന്ദു എന്ന് ഝാൻസി റാണിയെ വിശേഷിപ്പിച്ചത്. ഝാൻസി റാണി വധിക്കപ്പെട്ട വർഷവും തീയതിയും കൂടെ ഒന്ന് പഠിച്ചു വെക്കണം. 1858 ജൂൺ 18-നാണ് ഝാൻസി റാണി വധിക്കപ്പെട്ടത്. ഝാൻസി റാണി വധിക്കപ്പെട്ടത് 1858 ജൂൺ 18-നാണ്. 1858 ജൂൺ 18-നാണ് ഝാൻസി റാണി വധിക്കപ്പെട്ടത്. ചബേലി എന്ന പേരിൽ അറിയപ്പെട്ട വിപ്ലവകാരിയും ഝാൻസി റാണിയാണ്. ചബേലി എന്ന പേരിൽ അറിയപ്പെട്ട വിപ്ലവകാരിയും ഝാൻസി റാണിയാണ്. ഝാൻസി റാണിയുടെ കുതിരകള് ബാദൽ, സാരംഗി, പവൻ എന്നിവയാണ്. ഝാൻസി റാണിക്ക് 3 കുതിരകളാണ് ഉള്ളത്. ആ 3 കുതിരകളുടെ പേര് ബാദൽ, സാരംഗി, പവൻ. ഝാൻസി റാണിയുടെ 3 കുതിരകളാണ് ബാദൽ, സാരംഗി, പവൻ. ബാദലിനെയാണ് ഝാൻസി റാണി കലാപ സമയത്ത് സഞ്ചരിക്കാനായിട്ട് ഉപയോഗിച്ചത്. ബാദൽ എന്ന കുതിരയെയാണ്. INA ഇന്ത്യൻ നാഷണൽ ആർമിയുടെ വനിതാ ബറ്റാലിയൻ അറിയപ്പെടുന്നത് ഝാൻസി റാണി റെജിമെന്റ് എന്ന പേരിലാണ്. INA ഇന്ത്യൻ നാഷണൽ ആർമിയുടെ വനിതാ റെജിമെന്റ് അറിയപ്പെടുന്ന പേര് ഝാൻസി റാണി റെജിമെന്റ് എന്നാണ്. അടുത്തതായി കാൺപൂരിലെ കലാപത്തിന് നേതൃത്വം നൽകിയത് നാനാ സാഹിബും താന്തിയ തോപ്പിയാണ്. കാൺപൂരിലെ നാനാ സാഹിബും താന്തിയ തോപ്പിയാണ് കലാപത്തിന് നേതൃത്വം നൽകിയത്. കാൺപൂർ, നാനാ സാഹിബ്, താന്തിയ തോപ്പി. കാൺപൂരിലെ നാനാ സാഹിബും താന്തിയ തോപ്പിയാണ് നേതൃത്വം നൽകിയത്. നാനാ സാഹിബ് മറാത്ത ഭരണാധികാരിയായിരുന്നു. നാനാ സാഹിബ് മറാത്തയിലെ ഭരണാധികാരിയായിരുന്നു. 1857 വിപ്ലവത്തിന്റെ ബുദ്ധി കേന്ദ്രം എന്നറിയപ്പെടുന്നത് നാനാ സാഹിബിനെയാണ്. നാനാ സാഹിബിനെയാണ് ശിപ്പായി ലഹളയുടെ ബുദ്ധി കേന്ദ്രമായിട്ട് അറിയപ്പെടുന്നത്. നാനാ സാഹിബിന്റെ യഥാർത്ഥ നാമം ദോണ്ടു പന്ത് എന്നാണ്. നാനാ സാഹിബിന്റെ യഥാർത്ഥ നാമം ദോണ്ടു പന്ത് എന്നാണ്. നാനാ സാഹിബിന്റെ യഥാർത്ഥ നാമം ദോണ്ടു പന്ത് എന്നാണ്. വിപ്ലവത്തിന്റെ ബുദ്ധി കേന്ദ്രം എന്ന് അറിയപ്പെടുന്നു. 3-ാം നെപ്പോളിയൻ എന്നറിയപ്പെടുന്നതും നാനാ സാഹിബാണ്. 3-ാം നെപ്പോളിയൻ എന്നറിയപ്പെടുന്നതും നാനാ സാഹിബാണ്. കലാപശേഷം 1859 ബ്രിട്ടീഷുകാര് അദ്ദേഹത്തെ നേപ്പാളിലേക്ക് നാടുകടത്തി. അപ്പോൾ നാനാ സാഹിബിനെ നാടുകടത്തിയത് നേപ്പാളിലേക്കാണ് 1859. നാനാ സാഹിബിനെ നാടുകടത്തിയത് 1859 നേപ്പാളിലേക്കാണ്. എന്നാൽ ബഹദൂർ ഷാ രണ്ടാമനെ നാടുകടത്തിയത് റംഗൂണിലേക്കാണ്. ബഹദൂർ ഷാ രണ്ടാമനെ നാടുകടത്തിയത് റംഗൂണിലേക്കും നാനാ സാഹിബിനെ നാടുകടത്തിയത് നേപ്പാളിലേക്കുമാണ്. അടുത്ത നാനാ സാഹിബിന്റെ സൈനിക തലവനായിരുന്നു താന്തിയ തോപ്പി. നാനാ സാഹിബിന്റെ സൈനിക തലവനായിരുന്നു താന്തിയ തോപ്പി. താന്തിയ തോപ്പിയുടെ യഥാർത്ഥ നാമം രാമചന്ദ്ര പാണ്ഡുരംഗ. താന്തിയ തോപ്പിയുടെ യഥാർത്ഥ നാമം രാമചന്ദ്ര പാണ്ഡുരംഗ. നാനാ സാഹിബിന്റെ യഥാർത്ഥ നാമം ദോണ്ടു പന്ത്. റാണി ലക്ഷ്മിബായിയുടെ യഥാർത്ഥ നാമം മണികർണിക. എന്നാൽ താന്തിയ തോപ്പിയുടെ യഥാർത്ഥ നാമം രാമചന്ദ്ര പാണ്ഡുരംഗ. നാനാ സാഹിബിന്റെ സൈനിക തലവനായിരുന്നു താന്തിയ തോപ്പി. വിപ്ലവത്തില് ഗറില്ല യുദ്ധമുറകൾ പ്രയോഗിച്ച വ്യക്തിയാണ് താന്തിയ തോപ്പി. കലാപത്തിലെ ഗറില്ല യുദ്ധമുറകൾ പ്രയോഗിച്ച വ്യക്തിയാണ് താന്തിയ തോപ്പി. താന്തിയ തോപ്പിയെ പരാജയപ്പെടുത്തിയ ബ്രിട്ടീഷ് പട്ടാള മേധാവി സർ കോളിൻ കാമ്പൽ ആണ്. താന്തിയ തോപ്പിയെ പരാജയപ്പെടുത്തിയ ബ്രിട്ടീഷ് പട്ടാള മേധാവി കോളിൻ കാമ്പൽ ആണ്. കോളിൻ കാമ്പൽ ആണ് താന്തിയ തോപ്പിയെ പരാജയപ്പെടുത്തിയത്. റാണി ലക്ഷ്മിബായിയെ വധിച്ചത് ഹ്യൂഗ്രോസും ആണ്. താന്തിയ തോപ്പി വധിക്കപ്പെട്ടത് 1859 ഏപ്രിൽ 18-നാണ്. താന്തിയ തോപ്പി വധിക്കപ്പെട്ടത് 1859 ഏപ്രിൽ 18-നാണ്. ഝാൻസി റാണിയെ വധിച്ചത് ഒരു ജൂൺ 18-നാണ്. അത് 1858-ലാണ്. 57-ലാണ് വിപ്ലവം തുടങ്ങുന്നത്. 58 ജൂൺ 18-ന് ഝാൻസി റാണിയെ വധിക്കുന്നു. 58 ജൂൺ 18-ന് 1858 ജൂൺ 18-ന് റാണി ലക്ഷ്മിബായിയെ വധിക്കുന്നു. 1859 ഏപ്രിൽ 18-ന് താന്തിയ തോപ്പിയെ വധിക്കുന്നു. അടുത്തതായി ലക്നൌവില് കലാപത്തിന് നേതൃത്വം കൊടുത്തത് ബീഗം ഹസ്രത് മഹലാണ്. ലക്നൌവില് ബീഗം ഹസ്രത് മഹലാണ് അവധിലെ ഭരണാധികാരിയായിരുന്നു. യഥാർത്ഥത്തിൽ അവധിലെ ഭരണാധികാരി
വാജിദ് അലി ഷായാണ്. അവധിലെ ഭരണാധികാരി വാജിദ് അലി ഷായാണ്. വാജിദ് അലി ഷായുടെ ഭാര്യയാണ് ബീഗം ഹസ്രത്ത് മഹൽ. ബ്രിട്ടീഷുകാര് അവധിലെ ഭരണാധികാരിയായിരുന്ന വാജിദ് അലി ഷായെ കൽക്കട്ടയിലേക്ക് നാടുകടത്തിയതിനു ശേഷമാണ് കലാപത്തിന് നേതൃത്വം കൊടുക്കാനായിട്ട് ബീഗം ഹസ്രത്ത് മഹൽ രംഗത്ത് വരുന്നത്. അപ്പൊ അവധിലെ ഭരണാധികാരിയായിരുന്നത് ബീഗം ഹസ്രത്ത് മഹലിന്റെ ഭർത്താവ് വാജിദ് അലി ഷായാണ്. അദ്ദേഹത്തിനെ കൽക്കട്ടയിലേക്ക് ബ്രിട്ടീഷുകാർ നാടുകടത്തി. അതിനുശേഷം കലാപത്തിന് നേതൃത്വം കൊടുക്കാനായിട്ട് ബീഗം ഹസ്രത്ത് മഹൽ നേതൃനിരയിൽ വരികയാണ് ഉണ്ടായത്. അപ്പൊ ലക്നൌവില് നേതൃത്വം നൽകിയത് ബീഗം ഹസ്രത്ത് മഹലാണ്. അടുത്തത് ബീഹാറിലെ ആരയില് നേതൃത്വം കൊടുത്തത് കൻവർ സിംഗ് ആണ്. ബീഹാറിലെ ആരയില് കൻവർ സിംഗ് ആണ് കലാപത്തിന് നേതൃത്വം കൊടുത്തത്. ജഗദീഷ്പൂരിലെ കർഷക പ്രഭുവായിരുന്നു കൻവർ സിംഗ്. അപ്പൊ ബീഹാറിലെ ആരയില് കലാപത്തിന് നേതൃത്വം കൊടുത്തത് കൻവർ സിംഗ് ആണ്. കൻവർ സിംഗ് ജഗദീഷ്പൂരിലെ ഒരു കർഷക പ്രഭുവായിരുന്നു. 1857 വിപ്ലവത്തിലെ വന്ധ്യവയോധികൻ, ആ വിപ്ലവത്തിന്റെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് കൻവർ സിംഗ് ആണ്. അപ്പൊ 1857 വിപ്ലവത്തിന്റെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് കൻവർ സിംഗ് ആണ്. വിപ്ലവത്തിന്റെ ബുദ്ധികേന്ദ്രം എന്നറിയപ്പെടുന്നത് നാനാ സാഹിബാണ്. ഗറില്ല യുദ്ധമുറകൾ പ്രയോഗിച്ചത് താന്തിയ തോപ്പിയാണ്. വിപ്ലവത്തിന്റെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് കൻവർ സിംഗ് ആണ്. അതുപോലെ 1857 വിപ്ലവത്തിന്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്ന അസീമുള്ള ഖാൻ ആണ്. 1857 വിപ്ലവത്തിന്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത് അസീമുള്ള ഖാൻ. 1857 വിപ്ലവത്തിന്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത് അസീമുള്ള ഖാൻ ആണ്. ഇത്രയാണ് SCERTയുടെ ബോക്സിനകത്ത് തന്നിട്ടുള്ളത്. ഇനി മറ്റു പ്രദേശങ്ങൾ കൂടെ ഉണ്ട്, അവിടെ വേറെ നേതാക്കള് നേതൃത്വം കൊടുത്തിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം. അതും കൂടി ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം. പ്രധാനപ്പെട്ട പ്രദേശങ്ങളും പ്രധാനപ്പെട്ട നേതാക്കളും മാത്രമേ പറയുന്നുള്ളൂ. ഇതുപോലെ വിപ്ലവത്തിന് നേതൃത്വം കൊടുത്ത ഫൈസാബാദില് നേതൃത്വം കൊടുത്തത് മൗലവി അഹമ്മദുള്ളയാണ്. വിപ്ലവത്തിന് നേതൃത്വം കൊടുത്തത് മൗലവി അഹമ്മദുള്ള. മീററ്റില് കദം സിംഗ് ആണ്. നമ്മൾ പഠിക്കുന്നുണ്ട്. 1857 വിപ്ലവം പൊട്ടിപ്പുറപ്പെടുന്നത് ഉത്തർപ്രദേശിലെ മീററ്റിലാണെന്ന് പഠിക്കുന്നുണ്ട്. അപ്പൊ മീററ്റില് നേതൃത്വം കൊടുത്തത് കദം സിംഗ് ആണ്. മധുരയില് ദേവി സിംഗ് ആണ്. അലഹബാദില് ലിയാഖത്ത് അലി. ആ പേര് ഒരു ചെറിയ സാമ്യമുണ്ട്. അലഹബാദില് ലിയാഖത്ത് അലി. മീററ്റില് കദം സിംഗ് ആണ്. ഫൈസാബാദില് മൗലവി അഹമ്മദുള്ള. മീററ്റില് കദം സിംഗ്. അലഹബാദില് ലിയാഖത്ത് അലി. മധുരയില് ദേവി സിംഗ് ആണ്. കോട്ടയില് കോട്ടയില് നേതൃത്വം കൊടുത്തത് ജയ്ദയാലാണ്. കോട്ടയില് നേതൃത്വം കൊടുത്തത് ജയ്ദയാലാണ്. ഹരിയാനയില് നേതൃത്വം കൊടുത്തത് റാവു തുലാറാമാണ്. കലാപത്തിന് നേതൃത്വം കൊടുത്തത് റാവു തുലാറാമാണ്. അസമില് നേതൃത്വം കൊടുത്തത് മണിറാം ദത്തയാണ്. അസമില് കലാപത്തിന് നേതൃത്വം കൊടുത്തത് മണിറാം ദത്ത. ഇനി അടുത്ത് ഇതിനുമുമ്പ് ചോദിച്ചിട്ടുണ്ട് ബറൌത്ത് പർഗാനയിലെ ഷാമാലാണ് ബറൌത്ത് പർഗാനയിലെ നേതൃത്വം കൊടുത്തത്. ബറൌത്ത് പർഗാനയിലെ കലാപത്തിന് നേതൃത്വം കൊടുത്തത് ഷാമാലാണ്. ഇനി ബീഗം ഹസ്രത്ത് മഹൽ ലക്നൌവിൽ മാത്രമല്ല, ലക്നൗ, ആഗ്ര, ഔദ്, അയോധ്യ, ഇവിടെ ഇത്രയും ബീഗം ഹസ്രത്ത് മഹലാണ് നേതൃത്വം കൊടുത്തത്. ബീഗം ഹസ്രത്ത് മഹൽ നേതൃത്വം കൊടുത്ത പ്രദേശങ്ങൾ ലക്നൗ, ആഗ്ര, ഔദ്, അയോധ്യ. ഇവിടെ ഇത്രയും ബീഗം ഹസ്രത്ത് മഹലാണ് നേതൃത്വം കൊടുത്തത്. കൻവർ സിംഗ് നേതൃത്വം കൊടുത്ത പ്രദേശമാണ് ബീഹാർ, ജഗദീഷ്പൂർ, ആര. അതായത് ഇതിനകത്ത് ഈ ബോക്സിനകത്ത് പറഞ്ഞിട്ടുള്ള ആ പേരുകൾ, ആ സ്ഥലങ്ങൾ എത്രയാണ്? ബീഹാർ, ആര, ജഗദീഷ്പൂർ. ഇനി ബറേലിയിലും രോഹിൽഖണ്ഡിലും ഖാൻ ബഹദൂർ ഖാൻ. ബറേലിയിലും രോഹിൽഖണ്ഡിലും നേതൃത്വം കൊടുത്തത് ഖാൻ ബഹദൂർ ഖാൻ ആണ്. ഖാൻ ബഹദൂർ ഖാൻ ആണ്. ഈ ടോപ്പിക്കായിട്ട് ബന്ധപ്പെട്ട് 2-3 പോയിന്റ്സും കൂടി നമുക്ക് പറയാം. ചോദിച്ചിട്ടുള്ളതാണ്, അതുകൊണ്ടാണ്. അപ്പം എല്ലാവർക്കും അറിയാവുന്ന പോയിന്റ് തന്നെയാണ്. 1857 വിപ്ലവത്തിന്റെ ആദ്യത്തെ രക്തസാക്ഷി എന്ന് പറയുന്നത് മംഗൾ പാണ്ഡെയാണ്. 1887 വിപ്ലവത്തിലെ ആദ്യത്തെ രക്തസാക്ഷി മംഗൾ പാണ്ഡെയാണ്. എന്നാൽ ഇന്ത്യയിലെ ആദ്യ വനിതാ രക്തസാക്ഷി എന്ന് പറയുന്നത്
പ്രീതി ലത വഡേദാർ ആണ്. ഇന്ത്യയിലെ ആദ്യ വനിതാ രക്തസാക്ഷി പ്രീതി ലത വഡേദാർ ആണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ രക്തസാക്ഷി ഖുദിറാം ബോസ് ആണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ രക്തസാക്ഷി ഖുദിറാം ബോസ് ആണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യ മുസ്ലിം രക്തസാക്ഷി അഷ്ഫഖ് ഉല്ല ഖാൻ ആണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യ മുസ്ലിം രക്തസാക്ഷി അഷ്ഫഖ് ഉല്ല ഖാൻ ആണ്. അപ്പൊ വിപ്ലവത്തിന്റെ ആദ്യത്തെ രക്തസാക്ഷി എന്ന് പറയുന്നത് മംഗൾ പാണ്ഡെയാണ്. ഈ വിപ്ലവത്തിന് തുടക്കം കുറിക്കാനായിട്ട് ഒരുപാട് കാരണങ്ങളുണ്ട്. ബ്രിട്ടീഷ് ഏർപ്പെടുത്തിയ ചില നിയമങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതിൽ പ്രധാനപ്പെട്ടായിട്ട് പഠിക്കേണ്ടതാണ്, നിയമവ്യവസ്ഥകളിൽ പ്രധാനപ്പെട്ടായിട്ട് പഠിക്കേണ്ടതാണ് ദത്തവകാശ നിരോധന നിയമവും സൈനിക സഹായ വ്യവസ്ഥയും. ഇത് രണ്ടും പ്രധാനമായിട്ട് നോക്കിയിട്ട് പോകണം. ഇതുപോലെ മറ്റ് നിയമങ്ങൾ കൂടെ ഉണ്ട്, അതിപ്പോ പറയുന്നില്ല. പക്ഷെ നിങ്ങൾ നോക്കുമ്പോഴത്തേക്കും ഈ ടോപ്പിക് പഠിക്കുമ്പോൾ അതിന്റെ കൂടെ തന്നെ പ്രത്യേകിച്ച് ദത്തവകാശ നിരോധന നിയമം എന്താണെന്നും സൈനിക സഹായ വ്യവസ്ഥ എന്താണെന്നും കൂടെ പഠിച്ചിട്ട് വേണം പോകാൻ. അപ്പം ഈ കലാപത്തിന് കാരണമായ രണ്ട് നിയമങ്ങളിൽ പ്രധാനപ്പെട്ട രണ്ട് നിയമങ്ങളാണ് സൈനിക സഹായ വ്യവസ്ഥയും ദത്തവകാശ നിരോധന നിയമവും. SCERT ബോക്സിനകത്ത് തന്നിട്ടുള്ള ഇത്രയേ ഉള്ളൂ. അതിന്റെ എക്സ്ട്രാ കുറച്ച് പോയിന്റ്സും കൂടെ പറഞ്ഞതാണ്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ്. അപ്പം ഈ ടോപ്പിക് 1857 വിപ്ലവം പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്. പ്രത്യേകിച്ച് 10th പ്രിലിംസിന് എന്തായാലും ഒരു ഷുവർ ക്വസ്റ്റ്യൻ ഉണ്ടാവും. നന്നായിട്ട് പഠിക്കുക എല്ലാവരും. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്തേക്കുന്നേ. താങ്ക് യു. കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ ഫോളോ ചെയ്ത് കൂടെ കൂടണേ. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു. ബൈ ബൈ.